ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇനി ഫ്രോക്ക് നൈറ്റി കട്ട് ചെയ്തതിൻ്റെ ഇന്ന് പാർട്ട് 2 ആണ്. അതിൻ്റെ നെക്ക് ഡിസൈൻ ചെയ്യുന്നതും അതിന് ഫ്രില്ലൊക്കെ വെക്കുന്നതുമാണ് ഇന്നത്തെ. ഇതുപോലെ ഫ്രില്ല് നമുക്ക് തയ്ച്ചെടുക്കണം ഫ്രോക്ക് നൈറ്റിക്ക് ഉപയോഗിക്കാനായിട്ട്. കഴുത്തിൻ്റെ അവിടെ ഇങ്ങനത്തെ ഫ്രില്ലാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മളെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ആദ്യം നോക്കാം. ഏകദേശം 2 ഇഞ്ച് വീതിയുള്ള തുണി എടുക്കണം. നമ്മൾ ആ നൈറ്റി കട്ട് ചെയ്തതിൻ്റെ സൈഡ് പീസ് ഉണ്ടല്ലോ, ആ പീസുകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ 2 എണ്ണം എടുത്തിട്ട് അത് 2 ഇഞ്ച് വീതം വീതിക്ക് അത് മൊത്തത്തിൽ കട്ട് ചെയ്തെടുക്കുക. എന്നാലേ നമുക്ക് പ്ലീറ്റ് അത്രയും കഴുത്തിന് ഒരു 6 ഇഞ്ച് 6.5 ഇഞ്ചൊക്കെ ഇറക്കമുള്ള കഴുത്തിന് വെക്കുവാനായിട്ട് തികയത്തുള്ളൂ. അതുകൊണ്ട് നമ്മളത് ഫുള്ളായിട്ട് എടുക്കണം. അങ്ങനെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് നമ്മളെടുക്കുകയാണ്. മെഷർ ചെയ്ത് കറക്റ്റായിട്ട് വരച്ചിട്ട് വെട്ടിയെടുക്കുക. നമ്മൾ ഫ്രോക്ക് നൈറ്റിക്ക് നമുക്ക് ഇഷ്ടമുള്ള നെക്ക് ഡിസൈൻ ചെയ്ത് വെക്കാം. പക്ഷേ ഇതാണ് സാധാരണയായിട്ട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളത് 2 ഇഞ്ച് വീതിക്ക് ആ കട്ട് പീസ് ഉണ്ടായിരുന്നത് വെട്ടിയെടുക്കുകയാണ്. അങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കൊരു ലേസ് വാങ്ങിക്കാൻ കിട്ടും. നൈറ്റിക്കൊക്കെ വിൽക്കുന്ന ലേസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ കറുപ്പുണ്ട്, വേറെ കളറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വെള്ളയും കറുപ്പും കൂടെയുള്ള ഈ നൈറ്റിക്കും അത് ഏകദേശം കളറ് മാച്ച് ചെയ്യാവുന്നതാണ്. വെള്ളയൊക്കെ ഉള്ളതുകൊണ്ടും കറുപ്പും ഉള്ളതുകൊണ്ടും അത് ഈ നൈറ്റിക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യും. നമ്മൾ ഇനി അതിനായിട്ട് ഇനി പൈപ്പിങ് തയ്ക്കുന്ന ഫുട്ടുണ്ട്, അത് ഉണ്ടെങ്കിൽ അത് വെച്ച് തയ്ക്കുന്നതാണ് നല്ലത്. ഞാനത് മാറ്റിയിട്ട് മെഷീനിട്ടിട്ട് ആ പൈപ്പിങ് തയ്ച്ച് ഒന്ന് സൈഡിൽ കൂടെ ആദ്യം തയ്ക്കുകയാണ്. ഈ സിപ്പ് ഫുഡുണ്ടല്ലോ, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡും ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് രണ്ടും വാങ്ങിച്ചാൽ രണ്ടും മാറ്റിയിട്ട് തയ്ക്കും. ഏതെങ്കിലും ഒന്നും ആണെങ്കിലും കുഴപ്പമില്ല. ഇത് നമുക്കൊരു 50-60 രൂപയ്ക്ക് ഈ തയ്യൽ മെഷീൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളുണ്ട്, നൂലുകളൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ കിട്ടും. അപ്പം നമ്മളങ്ങനെ തയ്ച്ച് എടുത്താണ്. അങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ളതുണ്ടല്ലോ, ചേർത്താണല്ലോ ഇത് വെക്കാണ്ട്, അല്ലാതെ നമുക്ക് തികയത്തില്ലല്ലോ തുണി. അപ്പോൾ ചേർത്ത് വെച്ചതിൻ്റെ തയ്ച്ചതിൻ്റെ തയ്യൽ തുമ്പ് 2 സൈഡിലോട്ടും വിടർത്തി വെച്ചിട്ട് വേണം തയ്ക്കാനായിട്ട്. അല്ലെ ഒരു സൈഡിൽ വലിയ മടക്ക് പോലെ അതിങ്ങനെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ 2 സൈഡിലേക്ക് നിവർത്തി വെച്ചിട്ട് തയ്ച്ചു. അങ്ങനെ നമ്മൾ ലേസ് പിടിപ്പിച്ച കഴുത്തിൻ്റെ ഒരു ഭാഗത്ത് എന്നിട്ട് നമ്മൾ അപ്പോൾ തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഒരു തയ്യലൂടെ, ഒരു പ്രഷർ പുട്ടിൻ്റെ അകലത്തിൽ ഒരു തയ്യലൂടെ വീണ് തയ്ക്കണം. അതിൻ്റെ സൈഡിൽ കൂടെ ആദ്യം ഒന്ന് തയ്ച്ചു. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടിപ്പുറത്തൂടെ ഒരു പ്രഷർ പുട്ടിൻ്റെ വലിപ്പത്തിൽ ഒന്നുകൂടെ നമ്മൾ തയ്ച്ചെടുക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഇതിന് അവിടെ ഒപ്പം കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം അതുപോലെ നൈറ്റി തുണികളൊക്കെ ആവശ്യമുള്ളവർ ഞാൻ കൊടുക്കുന്ന കോൺടാക്റ്റ് നമ്പറിൽ, വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇതുപോലുള്ള ഫ്രോക്ക് നൈറ്റികളൊക്കെ തയ്ക്കുന്നതിന് ആവശ്യമായ നൈറ്റി തുണികൾ വിൽക്കുന്നുണ്ട്. നമ്മളതിൽ പ്ലീറ്റ് ഉണ്ട്, ബോക്സ് പ്ലീറ്റ് പോലുള്ള പ്ലീറ്റാണ് നമ്മളിടുന്നത്. പ്ലീറ്റുകൾ ഇടുമ്പോൾ പ്ലീറ്റുകൾക്കെല്ലാം ഒരേ വീതിയായിരിക്കണം. ഞാൻ ഇട്ടിരിക്കുന്ന 1 ഇഞ്ച് വീതിയുള്ള പ്ലീറ്റുകളാണ്. സാധാ പ്ലീറ്റുകളല്ല, ബോക്സ് പ്ലീറ്റ് വേണം നമ്മളിതിനകത്ത് ഇടാനായിട്ട്. ഒരു പ്ലീറ്റ് ഇങ്ങോട്ട് വെച്ചിട്ട് ഒരു പ്ലീറ്റ് അങ്ങോട്ട് തിരിച്ച് വെക്കുക, തിരിച്ച് മടക്കുക. ഇതിപ്പോൾ ഇങ്ങോട്ട് മടക്കി അടുത്തതിന് തിരിച്ച് ഇങ്ങോട്ട് മടക്കിയതിൻ്റെ എതിർവശത്തേക്ക് അങ്ങോട്ട് മടക്കുക. അതാണ് ബോക്സ് പ്ലീറ്റ്. ബോക്സ് പോലെ ഉണ്ടാവും അത്.
ഇങ്ങനെ ഒരു ഫ്രോക്ക് നൈറ്റി തയ്ക്കാനായിട്ട് 2 തുണിൻ്റെ വിറ്റ് ധാരാളം മതിയാകും. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ വീഡിയോക്കകത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുത്തിന് നമ്മൾ 6.5 ഇഞ്ചോളം ഇറക്കം കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ചാണ് നമുക്ക് കഴുത്തിൻ്റെ അകലം വരേണ്ടത്. പക്ഷെ നമ്മൾ 3 ഇഞ്ചിട്ട് ക്യാൻവാസ് വെച്ചല്ല നമ്മൾ തയ്ക്കുന്നത്, സാധാ ആയിട്ട് തയ്ക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് 3 ഇഞ്ച് തയ്ച്ച് കഴിഞ്ഞ് 3 ഇഞ്ച് കഴുത്താലും വേണമെങ്കിൽ 2.25 വേണം നമ്മൾ വെട്ടാൻ. 2.25 മാർക്ക് ചെയ്തിട്ട് വേണം വെട്ടാൻ. അപ്പം 4 ഇഞ്ച് തയ്യലിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് 3 ഇഞ്ച് കഴുത്തകലം ലഭിക്കും. ഞാനൊരു വട്ടക്കഴുത്ത് പോലാണ്, റൗണ്ട് നെക്കാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എന്നിട്ട് നമ്മളതങ്ങ് വെട്ടി കഴുത്ത് വരച്ചതിന് ശേഷം ആ ഭാഗം വെട്ടി മാറ്റി, ആ വെട്ടുന്ന പീസുണ്ടല്ലോ നമ്മൾ കളയാൻ പാടില്ല. ആ ഭാഗം വേണം നമുക്കിനി ഇതിൻ്റെ കഴുത്തിൻ്റെ ക്രോസ് പീസ് വെച്ച് തയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസ് വെട്ടാനായിട്ട് ആ ഭാഗം ആവശ്യമാണ്. നൂർത്തിട്ടതിന് ശേഷം നമ്മൾ പ്ലീറ്റ് ഇട്ട് വെച്ച ആ നെക്കിൻ്റെ പോർഷൻ ഫ്രില്ല് എടുത്ത് ആ കഴുത്തിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്യുകയാണ്, സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഒരു 4 ഇഞ്ച് ഒരു പ്രഷർ പൊട്ടിൻ്റെ അകലത്തിൽ വേണം തയ്ക്കാനായിട്ട്. ഞാൻ കൊടുക്കുന്ന നൈറ്റി പീസ് 2 തൊണ്ണൂറിൻ്റെ വർദ്ധമാൻ്റെ നൈറ്റി പീസുകളാണ്. അതിന് 165 രൂപയാണ് ഒരു പീസ് നൈറ്റി തുണി എടുക്കുന്നതിന്. 5-6 നൈറ്റി പീസൊക്കെ 4 നൈറ്റി പീസ് വരെ പോസ്റ്റ് ഓഫീസ് വഴി നമുക്ക് വിടാം. അത് 1 കിലോ വരെ ഉള്ളൂ ഏകദേശം. അപ്പം 61 രൂപയാണ് അതിൻ്റെ പോസ്റ്റൽ ചാർജ് വരുന്നത്. അപ്പം DTDC ഒക്കെ ആണെങ്കിലുണ്ടല്ലോ നമുക്ക് 40 രൂപയേ ആകുന്നുള്ളൂ. DTDC കേരളത്തിലാണ്. ഇന്ന് ഇട്ടാൽ ചിലപ്പം നാളത്തേക്ക് നമുക്ക് ആ സാധനം കൈ കിട്ടും. പോസ്റ്റിൽ കുറഞ്ഞൊരു 3 ദിവസമെങ്കിലും പോസ്റ്റ് വഴി നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ അതങ്ങനെ തയ്ച്ച് ചേർത്തതിന് ശേഷം നമ്മൾ ക്രോസ് പീസ്, ഞാൻ പറഞ്ഞില്ലേ കഴുത്തിൻ്റെ ഭാഗം ക്രോസ് വെട്ടിയെടുത്തു. ഒരു 1.25 ഇഞ്ചോളം വീതിക്ക് വേണം വെട്ടാൻ. കാരണം മടക്കി നമ്മൾ പൈപ്പിങ് പോലെയാണ് തയ്ക്കുന്നത്. അങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ഒരു സൈഡ് അടിച്ചു കൊടുത്തിട്ട് അതുപോലെ വീണ്ടും നല്ല ഭാഗത്തു നിന്ന് അടിച്ചിട്ട് അകത്തേക്ക് മടക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് കൂടി ചെയ്തേക്കണം കേട്ടോ. ഇപ്പോൾ ഒത്തിരി ഡിമാൻഡുള്ള ന്യൂ ജനറേഷൻ എല്ലാം ഇടുന്ന ഒരു നൈറ്റി അല്ല ഇപ്പോൾ ഇടുന്നത്, ഇങ്ങനത്തെ തന്നെ ഫ്രോക്ക് നൈറ്റികളാണ് ഇടുന്നത്. അപ്പോൾ ഇത് നല്ല ഡിമാൻഡുള്ളൊരു, പക്ഷേ ഇതിന് ഇച്ചിരി കൂടുതൽ വിലയാണ് സാധാ നൈറ്റി അപേക്ഷിച്ച്. കാരണം കുറച്ചധികം തയ്യലും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ ഈ നൈറ്റി കൊടുക്കുന്നത് 300 രൂപയ്ക്കാണ്. ഞാൻ ഏറ്റവും കുറച്ച് പൈസയ്ക്കാണ് കൊടുക്കുന്നത്. 10 നൈറ്റിയൊക്കെ എടുക്കുവാണെങ്കിൽ 280 രൂപ വെച്ച് ഞാൻ ഈ ഫ്രോക്ക് നൈറ്റി വിൽക്കുന്നുണ്ട്. ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിനകത്ത് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളങ്ങനെ തയ്ച്ചതിന് ശേഷം പൈപ്പിങ് പോലെ ചെറിയ മടക്കി അകത്തോട്ട് തയ്ച്ചെടുക്കുക. ഇങ്ങനെ തയ്ച്ച്, അപ്പോൾ ഈ കഴുത്ത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇങ്ങനെയാണ് ഫ്രോക്ക് നൈറ്റിയുടെ പ്രില്ല് വെച്ച കഴുത്ത് തയ്ക്കുന്നത്. ബാക്കി അഡീഷണൽ ഭാഗമുള്ളതൊക്കെ നമ്മൾ വെട്ടിക്കളയണം. എന്നിട്ട് ഈ പ്രില്ലിൻ്റെ അവിടെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നുകൂടെ ഒരു 1/2 ഇഞ്ചോളം അകലത്തിൽ പ്രില്ലേ കൂടെ നൈറ്റിയെ കൂടെ ചേർത്ത് വെച്ച് ഒന്ന് തയ്ക്കണം. 1-2 സ്റ്റിച്ച് ഇട്ടാലും കുഴപ്പമില്ല, ഓരോ പ്രഷർ പുട്ടിൻ്റെ അകലത്തിൽ.
അല്ലെങ്കിൽ ഒരു സ്റ്റിച്ച് ഇടുന്നുള്ളെങ്കിൽ 1/2 ഇഞ്ചോളം അകലത്തിൽ ഇട്ടാൽ മതി. നല്ല ഭംഗിയാണ് ഇത്രയും നൈറ്റികളൊക്കെ, ഇങ്ങനത്തെ നൈറ്റികൾ ഇടുന്നത്. എന്നാൽ വീട്ടിൽ നിൽക്കുന്നൊരു ഫീലേ തോന്നത്തുമില്ല. എന്നാൽ നല്ല ഭംഗിയുമാണിത് കാണാനായിട്ടേ. ഒത്തിരി പ്രായമുള്ളവരൊന്നും ഇതങ്ങനെ ഇടത്തില്ല, നാട്ടുകാരെ വല്ലതൊക്കെ പറയാമെന്ന് വിചാരിച്ച്. അല്ലാത്തവരെല്ലാം ഇടും ഇത്. ഇടയ്ക്കൊരു വാലൂടുള്ളത് കൊണ്ട് ഇത് ഏത് വണ്ണമുള്ളവർക്കും എല്ലാം, വണ്ണം കുറഞ്ഞവർക്കും എല്ലാം ഉപയോഗിക്കാം. ഓൾമോസ്റ്റ് സെയിം അളവ് വെച്ച്. പിന്നെ നീളത്തിൻ്റെ കാര്യത്തിലേ ഉള്ളൂ പ്രശ്നം വരുന്നത്. പാദം വരെ ഒന്നും ഈ ഫ്രോക്ക് നൈറ്റി ഒരിക്കലും കാണത്തില്ല, മുട്ടിന് മുകളിലേ നിൽക്കുള്ളേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്. എൻ്റെ ചാനലിൽ ഒരുപാട് വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്, സ്റ്റിച്ചിങ്ങിനെ കുറിച്ചും ഹെയർ ബോയുടെ മേക്കിങ്ങിനെ കുറിച്ചും കമ്മലുണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് കയറി വാച്ച് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ കഴുത്ത് നമ്മളിന്ന് തയ്ച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം തേർഡ് പാർട്ട് എന്ന് പറയുന്നത് നമ്മളിനി ഇതെല്ലാം കൈയും എല്ലാം അറ്റാച്ച് ചെയ്യുന്ന കൈക്ക് എലാസ്റ്റിക് വെക്കുന്നതൊക്കെയാണ്. അപ്പോൾ ഒത്തിരി താങ്ക് യു വെരി മച്ച്.